ഇന്നലെ രാത്രി നടന്ന പോർച്ചുഗൽ വേഴ്സസ് DR കോങ്കോ മത്സരം സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വിമർശനങ്ങൾ ഉയരുകയാണ്. റൊണാൾഡോ പന്ത് തൊട്ടില്ല, താഴെ ഇറങ്ങി കളിച്ചില്ല എന്നൊക്കെയാണ് ചിലരുടെ പരാതി. പക്ഷേ ഫുട്ബോളിൻ്റെ അടിസ്ഥാനം അറിയാവുന്ന ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? റൊണാൾഡോയാണോ പോർച്ചുഗലിൻ്റെ യഥാർത്ഥ പ്രശ്നം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റൊണാൾഡോ ഇപ്പോൾ കളിക്കുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ പൊസിഷനിലാണ്. ഒരു സ്ട്രൈക്കറുടെ പണി മിഡ്ഫീൽഡിൽ ഇറങ്ങിച്ചെന്ന് പന്ത് ഹോൾഡ് ചെയ്യുകയോ കളി മെനയുകയോ അല്ല. അത് ചെയ്യാൻ മിഡ്ഫീൽഡർമാരുണ്ട്. ഒരു സ്ട്രൈക്കറുടെ പ്രധാന ലക്ഷ്യം ബോക്സിൽ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക എന്നത് മാത്രമാണ്. പന്ത് ബോക്സിലേക്ക് എത്തുമ്പോഴാണ് ഒരു സ്ട്രൈക്കർ അപകടകാരിയാകുന്നത്. ഇനി കളിയുടെ അവസാന നിമിഷങ്ങളിൽ റൊണാൾഡോയ്ക്ക് കിട്ടിയ 1-2 അവസരങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിമർശിക്കുന്നവരോട് ഒരു ചോദ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച താരസമ്പന്നമായ മിഡ്ഫീൽഡ് നിരയുള്ള ടീമാണ് പോർച്ചുഗൽ. എന്നിട്ടും 90 മിനിറ്റുള്ള ഒരു മത്സരത്തിൽ തങ്ങളുടെ മെയിൻ സ്ട്രൈക്കർക്ക് ആകെ 2 അവസരങ്ങൾ മാത്രമാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ചിന്തിച്ചു നോക്കൂ, ഒരു മത്സരത്തിലുടനീളം പന്ത് കിട്ടാതെ ഒട്ടും താളത്തിലാക്കാൻ കഴിയാതെ ബോക്സിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ട്രൈക്കർക്ക് അവസാന നിമിഷം പെട്ടെന്ന് കിട്ടുന്ന 1-2 ചാൻസുകൾ പെട്ടെന്ന് ഗോളാക്കി മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തുടർച്ചയായി ചാൻസുകൾ ലഭിക്കുമ്പോഴാണ് ഏതൊരു സ്ട്രൈക്കറും ഫോമിലേക്ക് ഉയരുന്നത്. പക്ഷേ ഇന്നലെ വിങ്ങിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും ആവശ്യത്തിന് സപ്പോർട്ട് ലഭിക്കാതിരുന്നിട്ടും അവസാന നിമിഷം വരെ റൊണാൾഡോ അവസരങ്ങൾക്കായി പോരാടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 1-2 മിസ്സുകളുടെ പേരിൽ മാത്രം റൊണാൾഡോയെ കുറ്റപ്പെടുത്തുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഇവിടെ പ്രശ്നം റൊണാൾഡോയല്ല, മറിച്ച് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ്. ഒരു മത്സരത്തിൻ്റെ പേരിൽ മാത്രം റൊണാൾഡോയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഫുട്ബോൾ ബോധമില്ലായ്മയാണ്. മിഡ്ഫീൽഡിലെ പോരായ്മകളും ടീം ടാക്ടിക്സും പരിഹരിക്കുകയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസും സംഘവും ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.